സ്നേഹമുള്ളവരെ, യേശു നമുക്ക് എന്ത് കൊണ്ടുവന്നു? പരിശുദ്ധ പിതാവ് പോപ്പ് ബെനഡിക്റ്റ് എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതാണ്: യേശു നമുക്ക് ദൈവത്തെ കൊണ്ടുവന്നു. ദൈവം നമ്മോടുകൂടി. പഴയ നിയമത്തിൽ ആരും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചിരുന്നില്ല, വിളിക്കാൻ അനുവാദവും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഉള്ള ഒരവസ്ഥ ഇവിടെ. കാരണം ദൈവം മനുഷ്യനായി അവതരിച്ചിട്ടില്ലായിരുന്നത് കൊണ്ടാണ്. ഞാൻ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ വർഷം തന്നെ എനിക്കൊരു കുഞ്ഞുണ്ടായി. എനിക്കന്ന് 24-25 വയസ്സേ ഉള്ളൂ. പക്ഷെ എനിക്ക് ആ ഒരു കുഞ്ഞുണ്ടായി എന്നതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഒരപ്പനായി എന്നുള്ള ഒരു ഗൗരവമൊന്നും എനിക്കന്ന് അധികം ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ അപ്പൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നേ. എന്തോ കാര്യമായിട്ട് എന്നോട് പറയാൻ പോണമായിരി. എന്നിട്ട് എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്കറിയോ, നീ ഇപ്പോൾ ഒരപ്പനായി, മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് അതുപോലെ ഉത്തരവാദിത്വത്തോടു കൂടി ജീവിക്കണം. നിനക്ക് അപ്പ എന്ന് വിളിക്കാൻ ഒരു കുഞ്ഞായിരിക്കുന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവാണ്. മാത്രമല്ല, എനിക്ക് വലിയ ഒരു ഉൾക്കാഴ്ച. ലോകത്തിൽ ആർക്കും എന്നെ അപ്പ എന്ന് വിളിക്കാൻ സാധ്യമല്ല. ആർക്ക് മാത്രമേ സാധ്യമുള്ളൂ? എൻ്റെ സ്വന്തം ഓമന മകൾക്ക്. അത് എപ്പോഴാണ് സാധ്യമാകുക? ഞാൻ അപ്പനായി കഴിഞ്ഞപ്പോൾ, ആ കുഞ്ഞ് പിറന്നു കഴിഞ്ഞപ്പോൾ. എന്നുപോലെ തന്നെയാണ് ദൈവത്തെ ആർക്കും അപ്പ എന്ന് വിളിക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം ദൈവത്തിന് ഒരു മകനുണ്ടായി, മനുഷ്യ മകൻ. ദൈവപുത്രൻ മനുഷ്യപുത്രനായി കഴിഞ്ഞിട്ട് ആ മനുഷ്യപുത്രൻ വിളിക്കുകയാണ് ആബാ പിതാവേ. ആ മനുഷ്യപുത്രൻ നമ്മൾ ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ ആത്മാവ് കൊണ്ട് നിറയുന്നു. അതുകൊണ്ട് ഞാൻ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പോലെ നിങ്ങൾക്കും ആബാ എന്ന് വിളിക്കാവുന്ന പുത്രത്വലബ്ധി. ഇതാണ് പൗലോസ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ദത്തുപുത്രരായി മാറിയിരിക്കുന്നു. എന്തോ ഒരു വലിയ ഒരു ചരിത്ര സംഭവമാണിത്. അതാണ് പുതിയ നിയമം മുഴുവനും. പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്. പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യനായി അവതരിച്ചുകൊണ്ട്, നമ്മുടെ മധ്യത്തിൽ ജീവിച്ചുകൊണ്ട്, നമ്മോടൊപ്പം ജീവിച്ചുകൊണ്ട്, നമ്മളിൽ ഒരുവനായി ജീവിച്ചുകൊണ്ട്, എന്തോ ഒരു അത്ഭുതം! ദൈവം നമ്മളിൽ ഒരുവനായി. റോമാ സാമ്രാജ്യത്തിൻ്റെ പുറംപോക്കിൽ, നസ്രത്ത് എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു പുറംപോക്കായിരുന്നു. ആരും പ്രതീക്ഷിക്കാതെ. അതുകൊണ്ടാണ് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടാവോ, ഈ പുറംപോക്കിലെ ചാളകളിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടാവും. ഇതൊക്കെ പോപ്പ് ഫ്രാൻസിസിൻ്റെ ടീച്ചിങ് ആണ് കേട്ടോ. പരിശുദ്ധ പിതാവ് പറയാണ്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടാവോ? ആരും പ്രതീക്ഷിക്കാത്ത ആ പുറംപോക്ക്, ആ ചാളകളിൽ ഒന്നിൽ ഒരു കാലിത്തൊഴുത്തിൽ ജാതനായി, ആരും അറിയാതെ 30 വർഷത്തോളം ഈ ദൈവം തമ്പുരാൻ മനുഷ്യനായി അവിടെ കഴിഞ്ഞു. ഒരാൾക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്നാപകയോഹന്നാൻ പറഞ്ഞത്, അവൻ നിങ്ങളോട് കൂടെ ഉണ്ട്, എന്നാൽ നിങ്ങളിൽ ആർക്കും അറിയില്ല. സ്നാപകൻ മാത്രമാണ് ഇതറിയുള്ളൂ. അതും കൃത്യമായി അറിഞ്ഞത് സ്നാപകൻ
യേശുവിന് ജ്ഞാനസ്നാനം കൊടുത്തപ്പോൾ സ്നാപകയോഹന്നാനോട് ദൈവം അരുളി ചെയ്തിരുന്നു, ആരുടെ മുകളിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് കാണുന്നുവോ അവനാണ് മിശിഹ, അവനാണ് ദൈവപുത്രൻ. അത് കണ്ടു. അതുകൊണ്ട് സ്നാപകന് മാത്രമേ ഇത് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെ ആ ഒരു സ്നാപകനിൽ നിന്നും അത് പടർന്നു പ്രസരിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെ നിരവധി പേർ ആ യേശുവിൻ്റെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും വിശ്വസിച്ചു. 4 സുവിശേഷകരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എസെക്കിയേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ 4 സുവിശേഷകരുടെയും 4 ചിഹ്നങ്ങൾ: മനുഷ്യൻ, സിംഹം, കാള, കഴുകൻ. ഇങ്ങനെ 4 ചിഹ്നമാണ് 4 സുവിശേഷകൻ. മനുഷ്യന്റെ ചിഹ്നം, ചിറക് വെച്ച മനുഷ്യന്റെ ചിഹ്നം മത്തായിയുടെ സുവിശേഷവും, ചിറക് വെച്ച സിംഹത്തിൻ്റെ ചിഹ്നം മർക്കോസിൻ്റെ സുവിശേഷവും, ചിറക് വെച്ച കാളയുടെ ചിഹ്നം ലൂക്കായുടെ സുവിശേഷവും, ചിറക് തീർച്ചയായിട്ടും ഉള്ള കഴുകൻ്റെ ചിഹ്നം യോഹന്നാൻ്റെ സുവിശേഷവുമാണ്. മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ അബ്രാഹത്തിൻ്റെ മകനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി, യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മുഴുവനും ആ അഗാധമായ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയാണ്. യേശു സാധാരണ മനുഷ്യ കുടുംബത്തിലെ ഏറ്റവും പാപികളായ മനുഷ്യ കുടുംബത്തിൽ നിന്നാണ് ജനിച്ചത്. അതാണ് യേശുവിൻ്റെ മനുഷ്യത്വം. ദാവീദിനെ പോലെയും സോളമനെ പോലെയും ഇനി അവരുടെ പിതാക്കന്മാരായിട്ടുള്ള ജൂദാക്ക് താമാർ എന്ന തൻ്റെ മരുമകളിലുണ്ടായ മകനാണ് പേറസും സേറായും. ആ തലമുറയിൽ നിന്ന് ജനിച്ചതാണ് യേശു. അതുകൊണ്ട് യേശുവിൻ്റെ മനുഷ്യത്വം എല്ലാ പാപത്തിലും നിറഞ്ഞ ഒരു തറവാട്ടിൽ നിന്നാണ് ഉണ്ടായത്. എന്നാൽ യേശുവിൽ പാപമില്ല. യേശുവിൻ്റെ മനുഷ്യത്വം. ഇനി മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് യേശുവിൻ്റെ ദൈവത്വത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ടാണ്. കണ്ടോ, ഇതാണ് 4 സുവിശേഷത്തിൻ്റെയും പ്രാധാന്യം. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ ചിഹ്നം കാള എന്നത് ഒരു ബലിവസ്തുവാണ്. പൗരോഹിത്യമാണ് അതിൻ്റെ പ്രധാനം. മാത്രമല്ല, എന്തും ചെയ്യാൻ ഉള്ള സന്നദ്ധത, സർവീസ്, സേവനം. യോഹന്നാൻ്റെ സുവിശേഷം ഉത്ഥാനത്തിൻ്റെയും ദൈവിക രഹസ്യങ്ങളെ കഴുകനെ പോലെ ഉയരത്തിൽ നിന്ന് കാണുകയും ദൈവിക രഹസ്യങ്ങളുടെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന സുവിശേഷം. സ്നേഹമുള്ളവരെയും, ഇതൊന്ന് വിശ്വസിക്കുക. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവത്വവും മനുഷ്യത്വവും കാളയെ പോലെയുള്ള ആ സേവന മനോഭാവവും കഴുകനെ പോലെയുള്ള വെളിപാടുകളും, ഇത് 4 ഒന്നിച്ച് ചേർത്തപ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഇത് 4 ഇന്ന് നമ്മളുടെ മുൻപിൽ ലഭ്യമാണ്. ഇത് 4 നമ്മൾ പഠിക്കണം. ഇത് 4 നമ്മൾ അയവിറക്കണം. ഇത് 4 നമ്മൾ രുചിച്ചറിയണം. ഇത് 4 നമ്മുടെ രക്തത്തിൽ ലയിക്കണം. ഇവിടെ ഇന്നത്തെ ഈ രോഗശാന്തി ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഈ 4 സുവിശേഷത്തിലും വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഒന്നാകലിലൂടെ മനുഷ്യവംശത്തിൽ മുഴുവനും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യനെ പൂർണ്ണമായി മാറ്റി പുതിയ സൃഷ്ടിയാക്കുന്നു. നിമിഷങ്ങൾ കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു വന്ന അന്ത്രയോസും യോഹന്നാനും യേശുവിനെ കണ്ട മാത്രയിൽ മാറിപ്പോയി.
യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം 4 മണി സമയമായിരുന്നു. അത്രയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം. അന്ത്രയോസ് പറയാണ്, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഉടനെ പോയിട്ട് എല്ലാവരോടും പ്രഘോഷിക്കണം. അന്ത്രയോസ് ഉടനെ പോയിട്ട് തൻ്റെ സഹോദരനായ സൈമൺ പത്രോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, സിമിയോനേ, ഞങ്ങൾ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, കണ്ടെത്തൽ. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ അന്വേഷണം ദൈവത്തെ അന്വേഷിക്കുന്നതിലാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ ദൈവത്തെ കണ്ടെത്തലിലാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രണയം ദൈവത്തെ പ്രണയിക്കുന്നതിലാണ്. അന്നു മുതൽ യോഹന്നാൻ യേശുവുമായിട്ടൊരു പ്രണയം അന്ത്രയോസിനും. അതുപോലെ തന്നെ ഇതാ നത്താനിയേലും. പത്രോസിൻ്റെ വള്ളത്തിൽ യേശു വന്ന് കയറി. പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവനും ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സാരമില്ല, നീ വള്ളത്തിൽ നീക്ക്, എനിക്ക് നിൻ്റെ വള്ളത്തിൽ നിന്ന് വചനം പ്രഘോഷിക്കണം. ഭയങ്കര രസമാണത്. കടപ്പുറമാണ്, ഒരു മല ഓരം പോലെ തന്നെയാണ്. കടപ്പുറത്ത് നിന്നിട്ട്, കടലിലിരുന്നിട്ട് അല്ലെങ്കിൽ തടാകത്തിലിരുന്നിട്ട് കടപ്പുറത്തിരിക്കുന്നവരോട് ഒരു ഗാലറി പോലെ വചനം പ്രഘോഷിക്കുന്നു. പത്രോസിൻ്റെ വള്ളത്തിൽ നിന്നുകൊണ്ട് യേശു വചനം പ്രഘോഷിച്ചു തുടങ്ങിയപ്പോൾ ആ വചനം ശ്രവിച്ച പത്രോസിൻ്റെ ഹൃദയം ജ്വലിച്ചു. ഉടനെ വീണ്ടും കർത്താവ് പറഞ്ഞു, നിന്റെ വള്ളം കുറച്ചുകൂടി നീക്കൂ, ആഴത്തിലേക്ക് നീക്കി നീ വലയെറിയൂ. ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു ഭൂമിയും പോലും കിട്ടിയില്ല. എങ്കിലും ഇപ്പോൾ അങ്ങ് കൽപ്പിക്കുന്ന പോലെ ഞാൻ വലയിറക്കാം. അതാണ് സ്നേഹമുള്ളവരെ ക്രിസ്തീയത. നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ടുള്ള വിജയത്തെ ലക്ഷ്യം വെക്കരുത്. നമ്മൾ ബാല്യകാലം മുതൽ പഠിക്കുന്നതുമെല്ലാം നീ അധ്വാനിക്കണം, നീ പഠിക്കണം, നീ വളരണം, നീ നിന്നെ തന്നെ നോക്കണം, നീ നിൻ്റെ കാര്യം നോക്കണം. ഞാൻ അപ്പനും അമ്മയും ഞങ്ങളൊന്നും ഭൂമിക്ക് അട്ടിപ്പേരല്ല, ഞങ്ങളൊക്കെ പോകും, നീ മര്യാദയ്ക്ക് പഠിച്ച് വളർന്നില്ലെങ്കിലേ നിൻ്റെ ജീവിതം തലയും. നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ നമ്മുടെ മക്കളോട്, മകനേ നീ എത്ര തന്നെത്താൻ അധ്വാനിച്ചാലും ഒരു പ്രയോജനം നിനക്കുണ്ടാകാൻ പോകുന്നില്ല, നീ ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. സ്നേഹമുള്ളവരെ, പത്രോസ് പറയുകയാണ്, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. അത് പഴയ നിയമമാണ്. അധ്വാനത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ രക്ഷ നേടുക. ഒന്നും കിട്ടിയില്ല. ഇനി പുതിയ നിയമം, നീ കൽപ്പിക്കുന്ന പോലെ ഞാൻ വലയിറക്കാം. അങ്ങനെ വലയിറക്കിയപ്പോൾ അത്യത്ഭുതം. എന്താണ് അവിടെ സംഭവിച്ച 3 കാര്യങ്ങൾ? ഒന്ന്, കർത്താവ് പത്രോസിൻ്റെ വള്ളത്തിലുണ്ട്. തലേദിവസം രാത്രി അതുണ്ടായിരുന്നില്ല. അതാണ് ഇന്ന് ക്രിസ്ത്യാനിയുടെ അവസ്ഥ. കർത്താവ് നമ്മുടെ ഉള്ളത്തിലുണ്ട്. ഇത് കർത്താവ് പത്രോസിൻ്റെ വള്ളത്തിലുള്ള പോലെയാണ്. 2, കർത്താവിൻ്റെ വചനം. അവൻ പറയണം, ഇനി അങ്ങ് കൽപ്പിക്കുന്ന പോലെ ഞാൻ വലയിറക്കാം. 3, അതിനോട് സഹകരിക്കുന്നു. നമ്മുടെ പ്രവൃത്തി നമ്മുടെ ഇച്ഛയിൽ നിന്നോ നമ്മുടെ അഹങ്കാരത്തിൽ നിന്നോ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നോ ഉദിക്കേണ്ടതല്ല. ദൈവത്തിൻ്റെ വചനത്തിലൂടെ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നീ എറിഞ്ഞോ വല, ഞാൻ നിൻ്റെ വള്ളത്തിലുണ്ട്. കർത്താവേ, രാത്രി മുഴുവനും ഇതേ വള്ളം, ഇതേ വല, ഇതേ കടല്, ഒന്നും കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു വള്ളപ്പണിയാണ്. ഇതുപോലെ കർത്താവ് നമ്മുടെ വള്ളത്തിലുണ്ട്, നമ്മുടെ ഉള്ളത്തിലുണ്ട്. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൽ തുടിക്കണം. നമുക്ക് ഇന്ന് ഇതുപോലെ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പരാജയങ്ങൾ, കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ടോ, ആ രാത്രി ഇത് അവസാനിച്ചിരിക്കുന്നു. ആ കാലഘട്ടം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. ഇന്ന് എന്ന് കർത്താവ് പറഞ്ഞാൽ ആ ഇന്ന് എന്നത് കർത്താവിൻ്റെ മുഴുവൻ സാന്നിധ്യമാണ്. ഇന്ന് ഞാൻ നിൻ്റെ വള്ളത്തിലുണ്ട്, ഇന്ന് ഞാൻ നിൻ്റെ ഹൃദയത്തിലുണ്ട്. ഇന്ന് നീ എൻ്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയം കഠിനമാകാതെ ഇപ്പോൾ വിശ്വസിക്കുക. ഇതാ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും വിശ്വസിക്കുക. അന്ന് പത്രോസിൻ്റെ വള്ളത്തിലുണ്ടായിരുന്ന കർത്താവ് ഇന്ന് നമ്മുടെ ഉള്ളത്തിലുണ്ട്. അന്ന് പത്രോസിൻ്റെ വള്ളത്തിൽ നിന്ന് വചനം കേട്ട പത്രോസിനോട്
കർത്താവിൻ്റെ വചനം പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുക, നീ ധൈര്യമായി എറിഞ്ഞോളൂ, നീ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, ഞാൻ നിന്റെ കൂടെയുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് സ്തുതിക്കാം. തുടർന്നുള്ള ദിവ്യകാരുണ്യ ആരാധനയിൽ ആ വള്ളത്തിലുണ്ടായിരുന്ന കർത്താവ് തന്നെ നമ്മുടെ ഉള്ളത്തിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത്യത്ഭുതം നടക്കാൻ പോവുകയാണ്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇതാ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും എനിക്കൊന്നും ലഭിച്ചില്ല, എന്നാൽ ഇതാ ഇപ്പോൾ അങ്ങ് അരുളി ചെയ്യുന്ന പോലെ ഞാൻ വലയിറക്കാം. ഹല്ലേലൂയ. പ്രതീക്ഷ പകരും സൗരഭ്യം, പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ, പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ, നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ, ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. ദൈവപുത്രാഞ്ജലിക്കാരാധന, യേശുനാഥാഞ്ജലിക്കാരാധന, ദൈവപുത്രാഞ്ജലിക്കാരാധന, യേശുനാഥാഞ്ജലിക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ആരാധന, 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 അങ്ങേക്കാരാധന, ആരാധന, 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 അങ്ങേക്കാരാധന. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം എന്നത് വളരെ ശക്തമാണ്. എന്നാൽ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ബോധ്യവും കൂടിയായി മാറണം. നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന സാന്നിധ്യം ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രാർത്ഥനയ്ക്കും മുൻപ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞ് നമ്മെ തന്നെ കുരിശ് വരച്ച് ആശീർവദിക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ തന്നെ കരം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മിൽ വസിക്കുന്ന ആ ത്രിത്വൈക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഇതിപ്പോൾ സത്യമാണ്. അരളിക്കയിൽ എഴുന്നള്ളിയിരിക്കുന്ന പോലെ ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു. അരളിക്കയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിൽ നിന്നുള്ള പ്രകാശം, നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തിലുള്ള പ്രകാശവും കൂടി കലർന്നുകൊണ്ട് നമ്മളെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിനും ശക്തീകരിക്കുന്നതിനും മഹത്വീകരിക്കുന്നതിനും സൗഖ്യപ്പെടുത്തുന്നതിനും ഇതാ ഇപ്പോൾ തന്നെ കർത്താവ് തലോടലായിട്ട് നമ്മൾക്ക് നൽകാൻ പോവുകയാണ്. ത്രിത്വൈക ദൈവമേ, ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ ഹൃദയത്തിൽ വിശ്വസിക്കുക.
ത്രിത്വൈക ദൈവമേ, അങ്ങെന്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു. വിശ്വസിക്കുക. ഇതാ നമ്മുടെ ഹൃദയത്തിൽ ത്രിത്വൈക ദൈവം വാഴുന്നു. ആ ത്രിത്വത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ട്, സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവേ സ്തോത്രം, പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഞങ്ങളിൽ ഈശോ വസിക്കുന്നു, ഞങ്ങളിൽ പിതാവ് വസിക്കുന്നു, ഞങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ അങ്ങാണ് ഈശോ ഞങ്ങളിൽ വസിക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ. ഇതാ ഈ നിമിഷത്തിൽ ദൈവത്തിന്റെ ത്രിത്വത്തിന്റെ അത്ഭുത ശക്തി നമ്മളിലേക്ക് പ്രസരിക്കുന്നു. സർവാധിപനായ കർത്താവിന്റെ അത്ഭുത ശക്തി നമ്മളിലേക്ക് പ്രസരിക്കുന്നു. ശക്തി നമ്മളിലേക്ക് പ്രസരിക്കുന്നു. അത്ഭുത ശക്തി. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം നമ്മളിൽ കത്തി പടർന്നുകൊണ്ട്, നമ്മളിൽ ശക്തി വർഷിച്ചുകൊണ്ട് ഇതാ നട്ടെല്ലിനെ സൗഖ്യപ്പെടുത്തുന്നു. നട്ടെല്ലിനെ 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 സൗഖ്യപ്പെടുത്തുന്നു. നട്ടെല്ലിനെ സൗഖ്യപ്പെടുത്തുന്നു. നട്ടെല്ലിന് സുഖമുണ്ടാകുന്നു. മുട്ടിന് കാലിനുള്ള, മുട്ടിന്റെ താഴെയുള്ള അസ്ഥിയുടെ വേദന കർത്താവ് എടുത്ത് മാറ്റുന്നു. മുട്ടുകാലിന് താഴെയുള്ള കാലിന്റെ അസ്ഥിയെ സൗഖ്യപ്പെടുത്തുന്നു. കാലിന്റെ അസ്ഥിയെ സൗഖ്യപ്പെടുത്തുന്നു. കാലിന്റെ പഴുപ്പിനെ സൗഖ്യപ്പെടുത്തുന്നു. മാറാ രോഗത്തെ മാറ്റുന്നു. വർഷങ്ങളായിട്ട് പുഴു തിന്നുന്ന പോലെ, വർഷങ്ങളായിട്ട് ഉണങ്ങാത്ത മുറിവിനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. വർഷങ്ങളായിട്ട് ഉണങ്ങാത്ത മുറിവിനെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ത്രിത്വൈക ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ തലോടൽ, കർത്താവിന്റെ തലോടൽ അനുഭവപ്പെട്ടുകൊണ്ട്, കർത്താവിന്റെ തലോടൽ അനുഭവപ്പെട്ടുകൊണ്ട് ഉദര സംബന്ധമായ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. ഉദര സംബന്ധമായ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. ഗർഭാശയ സംബന്ധമായ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. നമുക്ക് ഈശോയെ ആരാധിച്ചുകൊണ്ട്, നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെ ആരാധിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ആരാധിക്കാം. ദൈവം നമ്മോട് കൂടെ. ദൈവത്തിന് വലിയ സന്തോഷമാണ്. ഈശോ പറഞ്ഞു, യഥാർത്ഥ ആരാധകർ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്ന സമയം വന്നിരിക്കുന്നു. ഇതാണ് ദൈവം ആത്മാവായ ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു. ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു. ത്രിത്വൈക ദൈവമായ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു. ആ ബോധ്യത്തോടെ നമുക്കൊന്നുകൂടി ആരാധിച്ചുകൊണ്ട് പാടാം. ത്രിത്വൈക ദൈവമേ, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നു എന്ന് ഞങ്ങൾ ആരാധിച്ചുകൊണ്ട് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയാത്തവരിലേക്ക് ഈ രഹസ്യം അറിയപ്പെടട്ടെ. എല്ലാവരും അറിയപ്പെടട്ടെ. നിങ്ങൾ ആര് തന്നെ ആയാലും, നിങ്ങളൊരു നിരീശ്വരവാദി ആയാൽ പോലും നിങ്ങളിൽ ത്രിത്വൈക ദൈവം വസിക്കുന്നു എന്ന ബോധ്യം നമുക്ക് പ്രഖ്യാപിക്കാം.
വരുവിൻ നമുക്ക് സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം വസിക്കുന്നു എന്നുള്ള വലിയ രഹസ്യത്തെ സകല ജാതി മതസ്ഥർക്കും മനസ്സിലാകാനും ദൈവത്തിൽ വിശ്വസിക്കാത്തവരിൽ പോലും ദൈവം വസിക്കുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യം തന്നെ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യം പറയുന്നത് ദൈവത്തെ കണ്ടെത്തലാണ്. യോഹന്നാനും അന്ത്രയോസും യേശുവിനെ കണ്ടെത്തിയിട്ട് അന്ത്രയോസ് ഓടി വന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു, മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യം തന്നെ പറയുന്നതാണ്, ആദിയിൽ വചനമുണ്ടായി, ആ വചനം ദൈവമാണ്, ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമാണ്, സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരും ഈ വചനമാകുന്ന ഈ യേശുവിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് എല്ലാ ജാതി മതസ്ഥരിലേക്കും അവരറിഞ്ഞോ അറിയാതെയോ ആണെങ്കിലും ക്രിസ്തു അവരിൽ വസിക്കുന്നു, ത്രിത്വൈക ദൈവം അവരിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും യേശുവിനെ കണ്ടെത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഈശോയെ കണ്ടെത്താനിടയാകട്ടെ, ഈശോയെ കണ്ടെത്താനിടയാകട്ടെ. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ പോലെ ഏറ്റവും വലിയ അന്വേഷണം ദൈവത്തെ അന്വേഷിക്കുന്നതാണ്, ഏറ്റവും വലിയ കണ്ടെത്തൽ ദൈവത്തെ കണ്ടെത്തലാണ്, ഏറ്റവും വലിയ പ്രേമം ദൈവത്തെ പ്രേമിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ കണ്ടെത്താനിടയാകട്ടെ. അരുളി ചെയ്യപ്പെട്ടിരിക്കുന്നു, എല്ലാവരും എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. എല്ലാ ജാതി മതസ്ഥരും എല്ലാ ജാതി മതസ്ഥരുടെയും ആത്മാവിലേക്ക് കണ്ടെത്തലിന്റെ 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 യുക്തിപ്പരി പ്രസരിക്കട്ടെ. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജാതി മതസ്ഥരിലേക്കും യേശുവാണ് കർത്താവ്, യേശുവാണ് രാജാവ്, ത്രിത്വൈക ദൈവം അവരിൽ വസിക്കുന്നു. കണ്ടെത്തട്ടെ, അന്വേഷിക്കുവിൻ, കണ്ടെത്തും, കണ്ടെത്തും, കണ്ടെത്തും. ഇതാ ഞങ്ങൾ അങ്ങയെ കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങൾ അങ്ങയെ അനുഭവിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ രോഗശാന്തി ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരിലും യേശു ഉണ്ടെന്നും എല്ലാവരിലും ത്രിത്വമുണ്ടെന്നും ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ള ധൈര്യവും വിശ്വാസവും നൽകണേ. ഇതാ ഞങ്ങൾ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. ഓ ദൈവമേ, നന്ദി ദൈവമേ. ഞങ്ങൾക്ക് അങ്ങയെ കണ്ടെത്താനും അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ, ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ സമാശ്വാസത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ആ രുചി അനുഭവിക്കാനും ആ മാധുര്യം അനുഭവിക്കാനും സാധിച്ചതിനെ നന്ദിയോട് ഞങ്ങൾ നമിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ കടാക്ഷം, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾ ഈ ആശീർവാദത്തിലൂടെ പൂർണ്ണമായി അനുഭവിക്കുന്നു. അങ്ങയുടെ കടാക്ഷത്തിനും അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ഈ സമാപനാശീർവാദത്തിനായിട്ട് ഞങ്ങൾ ശിരസ് നമിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേ
രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.